ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന അതിപ്രധാനമായ വിഷയം ബൈബിളിലെ വിശുദ്ധ ദൂതന്മാർ ആരൊക്കെയാണെന്നും അവരുടെ ജോലികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചു വരുന്ന കാര്യം ഇതാണ്: വിശുദ്ധ ദൂതന്മാർ അവർ ചെയ്യുന്ന മഹത്വമേറിയ ശുശ്രൂഷയെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് കൂടെ പഠിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. തിരുവനന്തപുരത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ഉടനെ ദൂതന്മാർ വന്ന് യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വചനം നമ്മുടെ മധ്യേ ഇവിടെ സംസാരിപ്പാനിടയായി. 3 അതിശക്തമായ പ്രലോഭനങ്ങൾക്ക് ജയമെടുത്തുകൊണ്ട് യേശു കർത്താവ് തന്റെ ഫീൽഡിലേക്ക്, അതായത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്ദേശമായി ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പേ ദൈവത്തിന്റെ ദൂതന്മാർ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിപ്പാൻ. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൂതന്മാർ ശുശ്രൂഷിപ്പാൻ ഇടയായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 40 ദിവസവും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് യേശു ക്രിസ്തു എങ്കിലും തിരുവെഴുത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്: ആ 40 ദിവസത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും യേശു അത്യധികമായി വിജയം ഏറ്റെടുത്തെങ്കിലും അവസാനത്തെ ദിവസമാകുന്ന 40-ാം ദിവസം താൻ നേരിട്ട വലിയ പരീക്ഷകളിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു വിജയിച്ചു. ദൈവപുത്രനായിട്ടല്ല, കേവലം നമ്മളെ പോലെ സാധാരണ മനുഷ്യനായിട്ടാണ് അവൻ വിജയിച്ചത് എന്നുള്ളത് ഈ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം വലിയൊരു ദൗത്യം ചെയ്തതിന് ശേഷം വാസ്തവത്തിൽ നേരിട്ട ആ വലിയ ക്ഷീണത്തിന്റെ നടുവിൽ ദൈവദൂതന്മാർ ഇവിടെ ശുശ്രൂഷിപ്പാൻ കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, കാഴ്ചയ്ക്കപ്പുറത്ത് ഒരു ആകാശ യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിപ്പെടുവാനിടയായത്. അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ ബൈബിളിൽ ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ദൂതന്മാരെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു പുരാണ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയുള്ള ഒരു ആത്മീയ രൂപങ്ങളോ അല്ല. ദൈവദൂതന്മാരെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവർ യഥാർത്ഥവും അപ്പോൾ തന്നെ ബുദ്ധിപരവും വ്യക്തിപരവുമായ ഒരു ജീവികളാണ്, ഓരോരോ ജീവികളാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പം ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനായിട്ടാണ് ഈ വിശുദ്ധ ദൂതന്മാരെ സൃഷ്ടിപ്പാനിടയായി. അവരെ ആരാധിക്കാനോ അല്ലെങ്കിൽ അവരെ അവഗണിക്കാനോ നമുക്ക് അനുവാദമില്ല. അദൃശ്യമായ യുഗങ്ങളും അപ്പോൾ തന്നെ ദിവ്യമായ ഒരു ഏറ്റുമുട്ടലുകളും അതുപോലെ തന്നെ പലവിധമായ ആത്മീയമായ മണ്ഡലങ്ങളിൽ നമുക്ക് മധ്യ പ്രവർത്തിക്കുന്ന ഒരു ഓരോ ജീവികളാണ് വിശുദ്ധ ദൂതന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മാലാഖമാരെ കുറിച്ചൊന്ന് നമുക്കൊന്ന് ആഴത്തിൽ ബൈബിളിന്റെ യാഥാർത്ഥ്യത്തിലൂടെ നമ്മളൊന്ന് പഠിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഒരു കാര്യം വ്യക്തമാണ്: സ്വർഗം ഒരിക്കലും നിശബ്ദമല്ല എന്നും ദൈവദൂതന്മാരുടെ ഒരു വലിയ സന്നാഹമുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇതിന് ആധാരമായി വിശുദ്ധ ബൈബിളിൽ ഒരു വചനം കൂടെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വചനം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ അവരൊക്കെയും എന്ന ഒരു വചനം അവിടെ കാണാൻ കഴിയും. അപ്പൊ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടിമകളാണ്, ദൈവത്തിന്റെ സേവകരാണ്. എന്തിനു വേണ്ടി? രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ. അത്രേ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭൂമിയിൽ മനുഷ്യന് രക്ഷ വേണം. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന വേളകളിൽ പിശാചിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ദൈവദൂതന്മാർ രാത്രിയെന്നില്ല പകലെന്നില്ല ഓരോ ദൈവ പൈതന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സത്യം ഇവിടെ വിളിച്ചു പറയുകയാണ്. അപ്പൊ വിശുദ്ധ മാലാഖമാർ എന്ന് പറയുന്നത് ഒരു ശാശ്വതമായ ജീവികളല്ല. അവർ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണം. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചതുപോലെ തന്നെ വിശുദ്ധ ദൂതന്മാരെയും ആര് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ പഠിപ്പാനിടയായി. അപ്പോൾ ഇവര് അമർത്യരാണെങ്കിലും ഇവർ ഒരിക്കലും ദിവ്യരല്ല. ഇവർ ശക്തരാണെങ്കിലും ഇവര് ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ്. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താനും
ദൈവത്തിന്റെ കൽപ്പനകളെ നടപ്പിലാക്കാനും അത് നിലനിർത്തുവാനുമാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? പ്രിയമുള്ളവരെ, വിശുദ്ധ ദൂതന്മാരെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണമുള്ളവരാണ്. അവരുടെ അനുസരണം എന്ന് പറയുന്നത് സമ്പൂർണമാണ്. അവരുടെ വിശ്വസ്തത എന്ന് പറയുന്നതും അചഞ്ചലമാണ്. ഓക്കെ, അപ്പൊ ദൈവഗീതവുമായി പൂർണ്ണമായ ഐക്യത്തിലേക്ക് ആര് മാറുന്നു? വിശുദ്ധ ദൂതന്മാർ മാറുന്നു എന്ന് ഇവിടെ ദൈവമക്കൾ ഓർത്തിരിക്കുക. ഒരു വിശ്വാസി സൃഷ്ടിയിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു അദൃശ്യ ശ്രേണിയായിട്ട് തുടരുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കഷ്ടപ്പാട്, പ്രാർത്ഥന, ദൈവികമായ സംരക്ഷണം, ഇതൊക്കെ നിലനിൽക്കെ ദൈവത്തിന്റെ ദൂതന്മാർ അദൃശ്യമായി നിന്നുകൊണ്ട് ആമേ ഓരോ വ്യക്തികളെയും ആമേ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പുറകെ ഉണ്ട് അല്ലെങ്കിൽ പിന്നാലെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഈ വിശുദ്ധ ദൂതന്മാർ എന്ന് പറയുന്നത് സന്ദേശവാഹകരുണ്ട്, സംരക്ഷകരുണ്ട്, ആരാധകരുണ്ട്, യോദ്ധാക്കളുണ്ട്, ശുശ്രൂഷകരുണ്ട് എന്നിങ്ങനെ വിവിധ നിലകളിലാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവര് സന്ദേശവുമായിട്ട് കടന്നു പോകുന്നവരായിട്ട് ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, സംരക്ഷകരായിട്ട് കടന്നു പോകുന്ന ഒരു കൂട്ടം ദൂതന്മാരുണ്ട്, ആരാധനയ്ക്കായി വേർതിരിക്കപ്പെട്ട ദൂതന്മാരുണ്ട്, യോദ്ധാക്കളായിട്ട് വേർതിരിച്ച ദൂതന്മാരുണ്ട്, അപ്പോൾ തന്നെ ശുശ്രൂഷകരായിട്ട് വേർതിരിച്ച ദൂതന്മാരുണ്ട് എന്നുള്ളത് ഈ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ദൂതൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13, അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയും, യൂദായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 9 വരെയും, ഈ 3 പുസ്തകത്തിലൂടെ ഇതിലെ പ്രധാന ദൂതനെ വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് പ്രധാന ദൂതൻ? മിഖായേൽ. മിഖായേലിനെ കുറിച്ച് പറയുന്ന അവൻ ദൈവത്തിന്റെ യോദ്ധാവായിട്ടാണ്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ യോദ്ധാവായിട്ട് ആരെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? മിഖായേൽ. ഇവ മുഖ്യ ദൂതനാണ്, എല്ലാ ദൂതന്മാരിൽ വെച്ച് പ്രധാന ദൂതനാണ്. ആര്? അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ന്യായവിധിയെയും സംരക്ഷണത്തെയും പ്രതിനിധീകരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ മിഖായേലും മിഖായേലിന്റെ ദൂതന്മാരും ഒരുമിച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളത് നാം മറന്നുപോകും. ആത്മീയ യുദ്ധത്തിൽ നാം ഒറ്റയ്ക്കല്ലെന്നും മിഖായേൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുവെന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അദൃശ്യമായ മേഖലകളിൽ നിന്നുകൊണ്ട് ആര് യുദ്ധം ചെയ്യുന്നു? മിഖായേലും അവന്റെ സൈന്യം യുദ്ധം ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. നമ്മൾ രാത്രിയും പകലും സുഖകരമായി ഉറങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിന് നേരിടാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളെ, രോഗങ്ങളെ, വിപത്തുകളൊക്കെ ഈ മിഖായേൽ എന്ന് പറയുന്ന യോദ്ധാവായിരിക്കുന്ന ഈ ദൂതൻ നമ്മെ സംരക്ഷിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകണം. നമ്മൾ നോക്കുമ്പോൾ എത്ര സുരക്ഷിതമായിട്ട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയുടെ മധ്യത്തിൽ ആരാ പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ ദൂതനായ മിഖായേലാണ്. നമ്മളത് മറന്നുപോകാം. അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുന്നു. അതാണ് ദൈവം യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സൈന്യങ്ങളാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അപ്പം ദൈവത്തിന്റെ സൈന്യങ്ങൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന്, പാപശക്തിയിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ആരിവിടെ മുന്നോട്ട് വന്നിരിക്കുന്നു? മിഖായേൽ. നമ്മൾ തിന്മയ്ക്കെതിരെ ഉറച്ചു നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ശക്തിയിൽ തിന്മയ്ക്കെതിരെ നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് ദൈവത്തിന്റെ അധികാരം ആവശ്യമാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാം വചനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും ചേർന്ന് നിന്നുകൊണ്ട് ഓരോ ദൈവ പൈതലും ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ മിഖായേൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ നാം ദൈവമക്കൾ എന്ന നിലയിൽ തിരിച്ചറിയണമെന്ന് വീണ്ടും ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം ദാനിയേലിന്റെ ജീവിതത്തിൽ കഠിനമായ പ്രയാസമാണ് നേരിട്ടത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം മിഖായേലിനെ അയച്ച് അവിടെ ഇടപെടുവാനിടയായി. 21 ദിവസവും ഉപവസിച്ചിട്ടും
വേണ്ടും പോലെ മറുപടി കിട്ടാതിരിക്കെ ആ രാജ്യത്തിന്റെ ശക്തി ദൈവത്തിന്റെ ദാസന്റെ പ്രാർത്ഥനയെ സ്വർഗോന്നതങ്ങളിൽ വെച്ച് രണ്ടാം മണ്ഡലത്തിൽ വെച്ച് തടഞ്ഞു നിർത്തിയെന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രാർത്ഥനയുമായി ദൈവദാസന്റെ പ്രാർത്ഥനയുമായി മീഖായേൽ യുദ്ധം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്നുള്ള സന്ദേശം കൊണ്ട് എത്തിച്ചു എന്ന് തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്തതിന്റെ കാര്യം എന്താണ്? നമുക്ക് മധ്യ തടഞ്ഞു നിർത്തുന്ന ശക്തിയുണ്ട്. ആ ശക്തി നീങ്ങിപ്പോകണം. അതിന് മീഖായേൽ അവന്റെ ദൂതന്മാർ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ എന്ന് തിരുവെടുത്ത് ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ പ്രാർത്ഥന മുടങ്ങരുത് എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തിരുവെടുത്തിന്റെ നടുവിൽ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈശാചിക ശക്തിയെയും പൈശാചിക ദൂതന്മാരുടെ പ്രവണതയെയും പ്രവർത്തനത്തെയും ഇല്ലാതാക്കുവാൻ നാം മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ, ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതനായ മീഖായേൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഈ തിരുവെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ദൂതനാണ് ഗബ്രിയേൽ. ഗബ്രിയേലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനവും അതുപോലെ തന്നെ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 21 മുതൽ 23 വരെയുള്ള വചനവും പഠിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു ദൂതനാണ് ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രത്യാശ. അപ്പൊ ദൈവത്തിന്റെ പ്രത്യാശയുടെ ദൂതനാണ് ആര്? ഗബ്രിയേൽ. യോദ്ധാവായിട്ട് മീഖായേൽ മാറുമ്പോൾ ഇവിടെ പ്രത്യാശയായിട്ട് ഗബ്രിയേൽ മാറുന്നു എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വചനം എന്താണ് പറയുന്നത്? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഓക്കെ, ദാനിയേൽ 9-ന്റെ 21-ഉം 23-ഉം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഗബ്രിയേൽ അവൻ ഉൾക്കാഴ്ചയോടെ ഗ്രാഹ്യത്തോടെ പറന്നുയർന്ന ദൈവത്തിന്റെ ദാസനായ ദാനിയേലിന്റെ അടുക്കൽ വന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. ഇവിടെ പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യം ഇതാണ്: ഏത് നിർണായകമായ പ്രതിസന്ധിയുടെ നടുവിൽ വെളിപ്പെടുത്തലുകളുമായിട്ട്, പ്രത്യാശയുമായിട്ട്, സന്ദേശവുമായിട്ട്, രക്ഷാ ചരിത്രവുമായിട്ട് ആര് പ്രത്യക്ഷപ്പെടുന്നു? ഗബ്രിയേൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദാനിയേലിനെ പറ്റി ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിന് ലഭിക്കുന്ന ദർശനങ്ങൾക്ക് പിന്നിൽ ഗബ്രിയേലിന്റെ ഇടപെടൽ ഉണ്ടെന്ന് വ്യക്തമാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനം, അതുപോലെ തന്നെ മറിയയോടുള്ള പ്രഖ്യാപനം, ഇവിടെ എല്ലാം വെളിപ്പെടുന്നത് ആരാണ്? ഈ ഗബ്രിയേലാണ്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ അനിശ്ചിതത്വം നേരിടുമ്പോൾ, വ്യക്തതയില്ലായ്മ നേരിടുമ്പോൾ ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇവന്റെ പേരിന്റെ അർത്ഥം കൂടെ തന്നെ ദൈവമാണ് എന്റെ ശക്തി എന്നാണ്. ദൈവമാണ് എന്റെ ശക്തി. ദിവ്യ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് കേവലം അറിവ് നൽകുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യാശ കൂടെ നൽകുകയാണ് ഈ ദൂതൻ ചെയ്യുന്നത്. ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതികളെ നേരിടുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു ഹൃദയ നിലയാണ് ഗബ്രിയേലിനോടുള്ള മറിയയുടെ പ്രതികരണമെന്ന് ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനം വ്യക്തമാക്കുന്നു. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: മറിയ കന്യകയായിരിക്കുമ്പോൾ ഗബ്രിയേൽ വന്നു പറയുന്നു, നിന്നിൽ ഒരു ശിശു ഉരുവാകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്ന സന്ദേശത്തിന് നടുവിൽ സ്തബ്ധരായി നിൽക്കുന്ന മറിയ, എന്തു പ്രതികരിക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന മറിയ, ഞാൻ ഇതുവരെ വിവാഹം കഴിച്ചില്ല, എന്നിൽ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ഒരു ചോദ്യവുമായി നിൽക്കുമ്പോഴും ആ ഹൃദയത്തിന്റെ ആ നില തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതികളെ ഇവിടെ ഗബ്രിയേൽ വെളിപ്പെടുത്തുകയാണ്. നിന്നിൽ ഉരുവാകുന്ന ശിശു ലോകത്തിന്റെ രക്ഷകനാണ്, പാപത്തിന്റെ വിമോചക പുത്രനാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുക. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവിക ദൂതന്മാരുടെ ദൗത്യം എന്തെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ നാം ഒറ്റയ്ക്കല്ല, ദൈവമുണ്ട് എന്ന് പറയുമ്പോഴും, അതിന്റെ നടുവിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോഴും, ആത്മാവിന്റെ വലിയ സഹായം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും, ദൈവദൂതന്മാരുടെ വലിയ ഒരു സന്നാഹം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, വിശേഷിച്ച് ദൈവപൈതന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് എത്ര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നാം മറന്നു പോകരുത്. സെക്കരിയാവിനോട് ഗബ്രിയേൽ യോഹന്നാന്റെ അമ്മ ഗബ്രിയേൽ എന്ത് ചെയ്തു? യോഹന്നാന്റെ വരവറിയിക്കുന്നു.
ദീർഘവർഷങ്ങളായി സക്കരിയാവിന് കുഞ്ഞുങ്ങളില്ല. ആലയത്തിൽ പുരോഹിതനായ സക്കരിയാവ് സേവക ചെയ്യുമ്പോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം സംസാരിക്കാൻ തുടങ്ങി ഗബ്രിയേലിലൂടെ. വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. സക്കരിയാവ് സംശയിപ്പാനിടയായി, അവൻ നിശബ്ദനാകാനിടയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസാധ്യമായ വിഷയങ്ങളുടെ നടുവിൽ, ഒരിക്കലും നടക്കുകയില്ലെന്ന് വിധി എഴുതുന്ന വിഷയത്തിന്റെ നടുവിൽ ഗബ്രിയേൽ എന്ന ദൂതൻ അല്ലെങ്കിൽ ആ മാലാഖ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അതിന്റെ വാക്കിലെ മുന്നോട്ട് പൊയ്ക്കോട്ടെ. മൂന്നാമത്തെ ദൂതൻ എന്ന് പറയുന്നത് സെറാഫീമാണ്. സെറാഫീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിയരെ? ആരാധനയിൽ ജ്വലിക്കുക. അതിനുള്ള വചനം എന്ന് പറയുന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2 മുതൽ 7 വരെയും ഉള്ള വചനമാണ് കൂടുതൽ അവിടെ ഊന്നൽ കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തർക്കും 6 ചിറകൾ ഉണ്ടായിരുന്നു, ഒന്ന് മറ്റൊന്നിനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് നമുക്ക് വായിക്കാനിടയാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആരാധനയ്ക്കും വിശുദ്ധിക്കും വേണ്ടിയാണ് ഈ ദൂതന്മാർ സമർപ്പിച്ചിരിക്കുന്നത്. ഇവർ സ്വർഗീയ ജീവികളാണ്. ഇവരെ എന്താണ് വിളിക്കപ്പെടുന്നത്? സെറാഫീം. ഇത് ഞാൻ പറയുന്നല്ല, ആ തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ മിഖായേൽ യോദ്ധാവായി മാറിയിരിക്കുമ്പോൾ, സന്ദേശവാഹകനായി ഗബ്രിയേൽ മാറിയിരിക്കുമ്പോൾ, ഇവിടെ സെറാഫീം എന്ന് പറയുന്ന ഈ ദൂതനും അവന്റെ സൈന്യവും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നു എന്ന് ഈ വചനം വ്യക്തമാക്കിയ. ദൈവത്തിന് സർവ്വസമയവും മഹത്വം കരറ്റുവാൻ, തുതി കരറ്റുവാൻ ഈ സെറാഫീം എന്ന് പറയുന്ന ദൂതൻ അല്ലെങ്കിൽ അവന്റെ സൈന്യം തയ്യാറാകുന്നു എന്നുള്ളത് ഈ തിരുവെഴുത്ത് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സിംഹാസന മുറിയിൽ പ്രിയമുള്ളവരെ മഹത്വവും വിശുദ്ധിയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന സെറാഫീം അവന്റെ സൈന്യത്തെയും ഇവിടെ വിശേഷിപ്പിക്കുക. അപ്പൊ സ്നേഹം കൊണ്ടും ആദരവ് കൊണ്ടും ജ്വലിക്കുന്ന ഹൃദയങ്ങളിൽ നിന്നാണ് എന്ത് വരേണ്ടത്? സത്യ ആരാധന വരേണ്ടതെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാവിനെ പോലെ ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രിയമുള്ളവരെ നാം കണ്ടുമുട്ടുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. നമുക്കറിയാം, യെശയ്യാവ് ഈ വലിയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ളൊരു നിലവിളിയാണ് യെശയ്യാവ് പ്രവാചകൻ ഈ ദർശനത്തിന് നടുവിൽ നിലവിളിപ്പാനിടയായത്. എന്നാൽ സെറാഫിന്റെ കയ്യിലെ കനൽ ഉപയോഗിച്ചുകൊണ്ട് യെശയ്യാവിനെ ശുദ്ധീകരിപ്പാനിടയായി. ആരാധന പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു, ആരാധന ദൗത്യത്തിലേക്ക് നയിക്കുന്നു എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ സെറാഫീം എന്നാൽ കത്തുന്നവ എന്നാണ് എന്ത് അർത്ഥമാക്കുന്നത്? സെറാഫീം എന്ന് പറഞ്ഞാൽ കത്തുന്നവ എന്നാണ്. മനുഷ്യരോട് യുദ്ധം ഇവർ ചെയ്യത്തില്ല, ഇവർ മനുഷ്യരോട് സംസാരിക്കത്തില്ല. പക്ഷെ ഇവർ ചെയ്യുന്നത് നിരന്തരം ഭയഭക്തിയോടെ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ കർത്താവേ പരിശുദ്ധൻ 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 എന്നിങ്ങനെ രാപ്പകൽ ദൈവമുമ്പാകെ നിലവിളിക്കുകയാണ്, സ്തുതിക്കുകയാണ്. നിത്യതയിലുടനീളം ഈ ശബ്ദം പ്രതിധ്വനിക്കുകയാണ്. അപ്പൊ സ്വർഗം ഒരിക്കലും നിശബ്ദമല്ല എന്ന് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ദൈവത്തെ നോക്കാൻ പോലും യോഗ്യരല്ലാതിരിക്കുന്ന മനുഷ്യർക്ക് ഈ ദർശനം കാണുമ്പോൾ അവർ യോഗ്യരായി മാറത്തക്ക നിലയിൽ ഇടപെടുന്നു എന്ന ഒരു ദൈവിക സാന്നിധ്യത്തെയാണ് ഇവിടെ വിളംബരം ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത സിംഹാസനം കണ്ട യെശയ്യാവ് എന്താണ്? തകർന്നു വീഴുകയാണ്. അവൻ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ വിശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. അപ്പൊ സാറാപ്പ് എന്ത് ചെയ്തു? തീക്കനൽ കൊണ്ടവന്റെ ചുണ്ടുകളിൽ സ്പർശിക്കുന്നു, അവിശുദ്ധീകരിക്കപ്പെടുന്നവനായി മാറുന്നു. ഓക്കെ, യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശുദ്ധീകരണത്തിലേക്ക് മാറുകയാണ്, യഥാർത്ഥ നവീകരണത്തിലേക്ക് മാറുകയാണ്, യഥാർത്ഥ ദൈവിക നിയോഗത്തിലേക്ക് മാറുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് ഈ സാറാഫുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാലാമതായി അടുത്ത ദൂതന്റെ പേരെന്താണെന്ന് അറിയാമോ? കെരൂബുകൾ. കെരൂബുകൾ ഇവർ എന്താണ് ചെയ്യുന്നത്? ഇവർ ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാരാണ്. എന്താണ്? ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാർ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വചനവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായവും
അതിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും യെഹെസ്കേലിന്റെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇവരുടെ ഡ്യൂട്ടിയെ കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ കെരൂബുകൾ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാരാണ്. ഉൽപ്പത്തി 3:24 എന്താണ് പറയുന്നത്? ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ ദൈവം കെരൂബുകളെ ജ്വലിക്കുന്ന വാളായി സ്ഥാപിച്ചിരിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ വരുമ്പോൾ ഉടമ്പടിയുടെ കൃപാസനത്തിൽ ആരുണ്ട്? ഈ കെരൂബുകളുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകം 10-ാം അധ്യായം വരുമ്പോൾ 1 മുതൽ 22 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? ദൈവം മഹത്വത്തിന്റെ വാഹകരായി ഈ കെരൂബുകളെ കാണാൻ കഴിയും. കെരൂബുകൾ എന്ത് ചെയ്യുന്നു? വിശുദ്ധ സ്ഥലങ്ങളെ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥാനങ്ങളെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് ഇന്ന് ഭാരതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ നേരിടുന്ന ദൈവസഭയ്ക്ക് നേരിടുന്ന ഈ പ്രതിസന്ധികളുടെ നടുവിൽ കാവൽക്കാരായിട്ട് ഈ കെരൂബുകൾ എവിടെ? എത്രയെത്ര സഭകളിലാണ് സുവിശേഷ വിരോധികൾ കടന്നു വന്ന് ആക്രമിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ കെരൂബുകളൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ ഈ വിശുദ്ധ സ്ഥലങ്ങളിലൊന്നും സൂക്ഷിക്കാൻ എന്നുള്ള ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത ഇതാണ്: ഈ കെരൂബുകൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കെ അവർ ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാരാണ് എന്നുള്ളത് മറന്നു പോകരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളെ സൂക്ഷിക്കാനോ അല്ല ഡ്യൂട്ടി അല്ല ഇവർക്ക് സൂക്ഷിക്കാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവർ ദൈവ സാന്നിധ്യത്തെ സൂക്ഷിക്കുക. എന്നിലും നിങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കാൻ ഇവർ സൂക്ഷിക്കും. ഏദൻ പർദീസയിൽ ആദമും ഹവ്വയ്ക്കും ദൈവത്തിന്റെ സൂക്ഷിപ്പുകാരായിട്ട്, ആ തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരായിട്ട് കെരൂബുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം അവർ പുറത്താക്കപ്പെട്ടപ്പോൾ പിന്നീട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവിടേക്ക് പിന്നീട് ഒരു അശുദ്ധിയും കടന്നു വരാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതന്മാരായ കെരൂബുകൾ അവിടെ എഴുന്നേൽക്കുന്നു എന്ന് തിരുവെടുത്ത് ഓർമ്മിപ്പിക്കാൻ ഇടയാകും. അപ്പം വിശുദ്ധ സാന്നിധ്യത്തിന്റെ സൂക്ഷിപ്പുകാരാണ് ആര്? ഈ കെരൂബുകൾ. ഉൽപ്പത്തി 3:24 അതാണ് പറയുന്നത്, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ. അപ്പം വൃക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും സ്വീകരിക്കുന്ന അനന്ത ജീവൻ, ഓരോ മനുഷ്യനും സ്വീകരിക്കുന്ന സത്യത്തിന്റെ ആത്മാവ്, ഓരോ മനുഷ്യനും സ്വീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഓരോ മനുഷ്യനും സ്വീകരിക്കുന്ന ദൈവത്തിന്റെ അറിവ്, ഇത് സൂക്ഷിക്കുക എന്നുള്ളതാണ് കെരൂബിന്റെ ഡ്യൂട്ടി. ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവ് വേഗത്തിൽ അടുത്തിരിക്കിയാൽ ഇവിടെ സംഭവവികാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമാണ്. ദൈവദാസന്മാരെ പീഡിപ്പിക്കുന്ന ചരിത്രം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ക്രിസ്തുവിന്റെ സഭ എന്ന് ആരംഭിച്ചു അന്ന് മുതൽ പീഡനം തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഒന്നും കെരൂബുകൾ എന്ന ദൂതന്മാരെ കാണുന്നില്ലല്ലോ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സ്തെഫാനോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ തന്റെ ഒറ്റ പ്രസംഗത്തിൽ ഈ ലോകത്തിൽ രക്തസാക്ഷിയായി മാറുമ്പോഴും ഈ കെരൂബ് ദൈവ സാന്നിധ്യത്തെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. കാരണം തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കല്ലേറുകൾ വന്ന് സ്തെഫാനോസിന്റെ ജീവിതത്തിൽ പതിയുമ്പോഴും ആ ദൈവ സാന്നിധ്യത്തിന്റെ സൂക്ഷിപ്പിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ദർശനമാണ് ആര് കാണുവാനിടയായത്? വിശുദ്ധ ബൈബിളിൽ സ്തെഫാനോസ് കാണാനിടയായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അത് കെരൂബിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മോടൊപ്പം ദൈവ സാന്നിധ്യം ഉണ്ടാകണം. പലപ്പോഴും മോശ പറയുന്നുണ്ട്, ദൈവമേ നീ എന്നെ അയക്കുന്നുവെങ്കിൽ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണം. കാരണം ദൈവ സാന്നിധ്യം വന്നാലേ എനിക്ക് വിജയമുള്ളൂ. അപ്പം ദൈവ സാന്നിധ്യത്തിന്റെ കാവൽക്കാരാരാണ്? കെരൂബുകളാണ്. കെരൂബുകൾ നമ്മുടെ ജീവിതത്തിന്റെ ദർശനത്തെ സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയെല്ലാം കാവൽക്കാരനായി ആര് മാറുന്നു? കെരൂബുകൾ മാറുന്നു. നമ്മൾ മറന്നുപോകും. ഒരു ദൈവ പൈതൽ ആയിരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സൂക്ഷിപ്പുകാരനായി കെരൂബുകൾ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അവരുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ഈ തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക.
ദൈവം വിശുദ്ധമായതിനെ കാക്കുകയാണ്. ദൈവത്തിന്റെ കൃപാസനത്തിൽ എല്ലായ്പ്പോഴും കടന്നു വരുവാൻ ഏതൊരു മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട് എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപാസനം എന്ന് പറയുന്നത് എന്താണ് പ്രിയരെ? 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി ഇരുന്നാലും അവരുടെ മധ്യത്തിൽ ആരുണ്ട്? യേശു ക്രിസ്തു ഉണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തു വടക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ തെക്ക് നിന്നോ വരുമെന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയോ ഏതൊരു വ്യക്തിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് മുട്ടുമടക്കുന്നുവോ അവരുടെ മധ്യത്തിലുണ്ട് എന്നാണ് ക്രിസ്തുവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഈ തിരു സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ മധ്യത്തിലുള്ള തിരു സാന്നിധ്യത്തെ കൃപാസനമായി കാണുമ്പോൾ ഈ ക്രിസ്തുവിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ഈ കൃപാസനത്തിലേക്ക്, ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന് എബ്രായ ലേഖനം 4:16 ഇവിടെ ഓർമ്മിപ്പിക്കുക. വീണ്ടും ഞാൻ മുന്നോട്ട് പോകട്ടെ. അടുത്ത ദൂതനെ കൂടെ പരിചയപ്പെടാം. 5-ാമത്തെ ദൂതൻ സ്വർഗ സൈന്യം. എന്താണ് സ്വർഗ സൈന്യം? ഇത് ദൈവത്തിന്റെ ശക്തമായ ഒരു സൈന്യമാണ്. ഇതൊന്ന് പഠിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ അല്പമായിട്ട് ഇതെല്ലാം ഒരു ഔട്ട്ലൈനായിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വചനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്വർഗ സൈന്യം എന്ന് പറയുന്ന ഈ വിശേഷപ്പെട്ട ഈ സൈന്യത്തെ കുറിച്ച് 2 രാജാക്കന്മാർ 6:17 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് പർവ്വതം നിറഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തന പുസ്തകത്തിൽ 103 20 തൊട്ട് 21 വരെയുള്ള വചനവും എന്താണ് പറയുന്നത്? യഹോവയുടെ ദൂതന്മാരായ ബലവാന്മാരെ അവനെ വാഴ്ത്തുവീ. അപ്പൊ ദൂതന്മാർ ദൈവത്തിന്റെ സൈന്യമാണ്. യഹോവയുടെ ദൂതന്മാരായ ബലവാന്മാരെ എന്ന് പറയുമ്പോൾ അവിടെ സ്വർഗീയ സൈന്യത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് പർവ്വതം നിറഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ സ്വർഗീയ സൈന്യത്തെ വ്യക്തമാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അപ്പം ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്ന ഒരു സംഘടിത സൈന്യമായിട്ടാണ് ഈ ദൂതന്മാരെ എന്ത് ചെയ്തേക്കുന്നത്? പ്രിയമുള്ളവരെ, വിശേഷിപ്പിക്കുന്നത്. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുക. അപ്പം ദൈവത്തിന്റെ പരമാധികാരത്തെയും ആത്മീയ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് ഈ സ്വർഗ സൈന്യത്തെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തിരിച്ചറിയണം, നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കല്ല എന്ന ഒരു നഗ്ന സത്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോരാടാൻ ഒരിക്കലും വിളിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ ദൈവിക സംരക്ഷണത്തിലാണ്. എലീശയുടെ ദാസന് ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു എന്നാണ് വചനം പറയുന്നത്. നോക്കണേ, അപ്പോൾ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. 2 രാജാക്കന്മാർ 6:16 എന്താണ് പറയുന്നത്? ദൂത സൈന്യം അവനെ ഓർമ്മിപ്പിച്ചു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് അണിനിരന്ന ശത്രു സൈന്യത്തെക്കാൾ വലിയൊരു സൈന്യം ആരുടെ കൂടെയുണ്ട്? നമ്മോട് കൂടെയുണ്ട് എന്ന് എലീശയുടെ ദാസനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ തിരിച്ചറിയണം, നാം ഈ മരുഭൂമിയിൽ പോരും പോരാട്ടങ്ങളും യുദ്ധസ്തുതികളും ഒക്കെ നേരിടുമ്പോഴും ശരീരത്തോടും പ്രാണനോടും ആത്മാവിനോടും ബാധിക്കുന്ന ശക്തികൾ ഇരുട്ടത്തു നിന്നും നമ്മെ പോരാടുമ്പോഴും ഓർത്തുകൊള്ളണം, നാം ഒറ്റയ്ക്ക് പോരാടാൻ കഴിയത്തില്ല. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോരാടി വിജയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം തന്റെ സ്വർഗീയ സൈന്യത്തെ അയക്കുന്നു എന്ന് ഈ തിരുവെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മൾ ദൈവിക സംരക്ഷണത്തിലാണ് പ്രിയരെ. എലീശയുടെ ദാസനെ ശത്രു സൈന്യത്തെ കണ്ടു പരിഭ്രാന്തനാകുമ്പോൾ എലീശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എത്ര ശ്രദ്ധേയമാണ്! കർത്താവേ, അവന്റെ കണ്ണൊന്ന് തുറക്കണമേ. പെട്ടെന്ന് ദാസന്റെ കണ്ണ് എന്ത് ചെയ്തു? തുറക്കാനിടയായി. കുന്നുകളിൽ അവൻ വലിയ അഗ്നിജ്വാലയുള്ള കുതിരകളെയാണ് കാണുന്നത്. കുന്നുകളിൽ വളരെയധികം രഥങ്ങളോടുകൂടെയുള്ള ഒരു വലിയ സൈന്യത്തെയാണ് അവൻ കാണുന്നത്. അപ്പൊ ദൂത സൈന്യം കാണപ്പെടാത്തതാണെങ്കിലും യാഥാർത്ഥ്യമാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. ഓക്കെ, വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. യേശുവിന്റെ ജനന സമയത്തും ഈ ഒരു സൈന്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ ആയുധങ്ങളായിട്ടൊന്നും അല്ല. അവരിങ്ങനെയാണ് പറയുന്നത്: സമാധാനം, സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിലുള്ള സകലർക്കും സമാധാനം എന്ന് പറഞ്ഞ് സ്വർഗീയ സൈന്യം പുത്രന്റെ ജഡാവതാരത്തെ ആഘോഷിക്കുന്ന ചിത്രം നമ്മൾ മറന്നു പോകരുത്.
അപ്പൊ ദൂതന്മാർ തിന്മയ്ക്കെതിരെ എന്ത് ചെയ്യുന്നു? പോരാടുന്നു. അവർ കൃപയിൽ സന്തോഷിക്കുന്നു. അവരുടെ ശക്തിയും ഗാനവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തിയും യഥാർത്ഥ സമാധാനവും ദൂതന്മാരിൽ നിന്നും ഇവിടെ ഒഴുകുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവവചനം കേൾക്കുമ്പോൾ അവസാനമായി ഒരു ദൂതനെ കൂടെ പരിചയപ്പെടുത്താം. അത് വാസ്തവത്തിൽ അങ്ങനെ ദൂതൻ എന്നുള്ള പേരൊന്നുമില്ല, പക്ഷെ വിശുദ്ധ ബൈബിൾ അതിനെ വിശേഷിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 11-ാം വചനത്തിൽ നാം വായിച്ചതുപോലെ, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചെന്ന. ഏത് ദൂതൻ വന്നൊന്നും അവിടെ വ്യക്തമാക്കുന്നില്ല, പക്ഷേ ദൂതന്മാർ എന്നുള്ള ഒരു വ്യക്തതയാണ്. അപ്പൊ ഇവിടെ ശുശ്രൂഷിക്കാനായിട്ട് മറ്റൊരു ഗണം ഇവിടെ ദൈവം വചനം രേഖപ്പെടുത്തുന്നു. അവൻ ശുശ്രൂഷിക്കുന്ന ദൂതന്മാർ. എബ്രായർ 1:14 അതും വ്യക്തമാക്കിക്കൊണ്ട് പറയാണ്, അവരൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ അയക്കപ്പെട്ട ശുശ്രൂഷാത്മാക്കളല്ലയോ. അപ്പൊ ഇവിടെ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവം ദൂതന്മാരെ അയക്കുന്നു. ആവശ്യങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ആത്മീയ ക്ഷീണം നേരിടുമ്പോൾ അവിടെയെല്ലാം ശുശ്രൂഷിപ്പാൻ ദൈവം എന്ത് ചെയ്യുന്നു? ദൂതന്മാരെ അയക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും വ്യക്തിപരമായ വെളിപ്പെടുത്തൽ ഇവിടെ ദൂതന്മാരിലൂടെ വെളിപ്പെടുന്നു. നിരാശയിലായിരിക്കുമ്പോൾ ദൂതന്മാരെ ആശ്വസിപ്പിക്കുന്നു എന്ന് ഈ തിരുവെഴുത്തുകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു മരത്തിന്റെ കീഴിൽ വിഷാദിച്ച് മരിക്കാൻ അപേക്ഷിക്കുന്ന ഒരു ഏലിയ പ്രവാചകനെ നമുക്കറിയാം. പഴയ നിയമത്തിൽ ദൈവം അവനെ ഒരിക്കലും ശാസിക്കുന്നില്ല. അവനൊരു ദൂതനെ അയക്കുന്നു, ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്ത് എന്ത് ചെയ്തു? അവനെ ആശ്വസിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ദൂതന്മാരിൽ ഒരു കൂട്ടം ദൂതന്മാർ അവർ ദൈവജനത്തെ എന്ത് ചെയ്യുന്നു? ശുശ്രൂഷിക്കുന്നു എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഓക്കെ, ഇനി കുറച്ച് ദൂതന്മാർ വേറെ ഉണ്ട്, ഗാർഡിയൻ മലാഹമാർ. അതൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. നമുക്ക് അതിനെപ്പറ്റി സമയമില്ല. എങ്കിലും എന്റെ സെക്ഷൻ സമാപ്തിയിലേക്ക് നീങ്ങിയാൽ, സങ്കീർത്തന പുസ്തകം വായിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, 91-ാം സങ്കീർത്തനത്തിൽ 11-ഉം 12-ഉം, നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. അപ്പം നമ്മുടെ ഗാർഡിയനായിട്ട് ഒരു കൂട്ടം നിയുക്ത സംരക്ഷകർ, മാലാഖമാരുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ഇവരാരും മീഖായേലോ ഗബ്രിയേലോ സെറാഫിമോ അല്ലെങ്കിൽ മറ്റു ദൂതന്മാരൊന്നുമല്ല. ഇവർ വിശേഷപ്പെട്ട നിയുക്ത മറ്റൊരു കൂട്ടം ദൂതന്മാരാണ്. നമ്മളെ കാക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൂതന്മാരെ ദൈവം കൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗാർഡിയനായിട്ട് നിന്നുകൊണ്ട് മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, മത്തായി 18:10 പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു, അവരുടെ ദൂതന്മാർ എപ്പോഴും എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മുഖം കാണുവാൻ അവർ ഉത്സാഹിക്കുന്നു എന്ന് അവിടെ വ്യക്തമാക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ സെക്ഷൻ ഇവിടെ സമാപ്തം കുറിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഏഞ്ചൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. ഹല്ലേലൂയ. ദൂതന്മാർക്ക് ഗ്രീക്കിൽ ഏഞ്ചലോസ് എന്ന് പറയുന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും മുന്നോട്ട് പോക്കാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആശുപത്രി കിടക്കയിൽ, റോഡിൽ, ഇരുണ്ട രാത്രികളിൽ, ഏത് നിമിഷങ്ങളിലും ഈ ദൂതന്മാർ നമുക്ക് മധ്യേ ഉണ്ട് എന്ന് ഇവിടെ തിരുവെഴുത്ത് പറയുന്നു. ആത്മീയമായി ക്ഷീണിക്കുമ്പോഴും ശാരീരികമായി ബലഹീനപ്പെടുമ്പോഴും രോഗ അവസ്ഥയിലായിരിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോഴും എല്ലാ മേഖലയും സ്വർഗീയ സൈന്യം, ദൂതന്മാർ ഒന്നടങ്കം നമുക്ക് മധ്യേ ഉണ്ട്. നമ്മൾ നിരാശപ്പെടരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ കാക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമുക്ക് വേണ്ടി നിലനിൽക്കുവാൻ ഇവിടെ ദൂതന്മാർ തയ്യാറാണ് എന്ന് ഈ തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ.